അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്കൂൾ പൂട്ടി, പൂജയ്ക്ക് ഇല്ല, എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോൾ 10 ദിവസം സ്കൂളില്ലേ, ക്ലാസ് ഇല്ല. എന്തായാലും കുറച്ച് ദിവസം സ്കൂളില്ല, 10-12 ദിവസം ഇല്ല അല്ലേ, 12 ദിവസം അല്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ മടികളും, ഇന്ന് സ്കൂളില്ലാത്തതിൻ്റെ എല്ലാ മടികളും ഉണ്ട്. എന്താ വെച്ചാൽ പൂജയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ ആകെ കൂടെ തകടം പറയും, നേരൊക്കെ തെറ്റും, മറ്റേത് നേരം കൊണ്ട് എൻ്റെ കുളി കഴിയും, എല്ലാ പണികളൊക്കെ പെട്ടപ്പെടുന്നതിന് കഴിയും. ഈ കുരിപ്പുണ്ടാവുമ്പോൾ ഞാനിങ്ങനെ കാണാൻ ചവിട്ടി നിൽക്കും. ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല, അവള് കിടന്നുറങ്ങി നല്ലോണം നേരം വൈകി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചുണർത്തിയപ്പോഴാട്ടോ വീട്ടത്. ഇനി ഒരു പനിയുടെ ഒക്കെ പോലെ ഒരു തണുപ്പാന്നറിയാം നമുക്കിവിടെ. ഒന്നാമത് പാട ഏരിയയും പിന്നെ വൃശ്ചിക മാസം അല്ലേ. പണ്ടത്തെ വൃശ്ചിക മാസത്തിന് തണുപ്പൊന്നും ഇല്ലെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ കണ്ണൻകുട്ടിയും ഷാജേട്ടനും കൂടെ ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശമാവും ചമ്മന്തി ചട്നിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പോയി. കണ്ണൻകുട്ടിക്ക് 2 നേരം എക്സാം ഉണ്ട്. ഷാജേട്ടൻ കർമ്മയ്ക്ക് പോയി. ഇനി ഞാനും പൂജയ്ക്കും കൂടെ ഇതുണ്ടാക്കിയത്, എന്താ സാധനം, മാഗി ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ രണ്ടാളും കൂടെ. അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് നമ്മൾ അന്ന് വാങ്ങിയിട്ട് ചിക്കൻ്റെ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. ഇനി അത് 2 ദിവസമായി. ഇനിയിപ്പോൾ അധിക ദിവസം അത് ഫ്രീസറിൽ വെക്കാൻ ബുദ്ധിമുട്ടല്ലേ, നന്നല്ലല്ലോ. അപ്പം അന്ന് അതെടുത്തിട്ട് നമുക്കൊരു കറി വയ്ക്കാം. അപ്പം അവള് പറഞ്ഞു ചോറ് വേണ്ട, പൂരി എന്തെങ്കിലും ഉണ്ടാകും. പൂരിക്ക് മൈദ ആണുള്ളത്, ആട്ടല്ല. അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ പൂരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉച്ച കഴിയും. അപ്പോൾ ഇനി നാളികേരം തേങ്ങ പൊളിക്കാനുണ്ട്, അപ്പോൾ അത് പൊളിക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കറി വെക്കുന്നതിൻ്റെ മുന്നേ പൂരിക്കുള്ളത് കുഴച്ച് വെച്ചിട്ട് നമുക്ക് കറി വെക്കാം അല്ലേ. ഇത് പൊളിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ കൈ, ഒന്നാമത് ഈ കയ്യിന് കേടാട്ടോ. അത് റെസ്റ്റൊക്കെ പറഞ്ഞ് എന്തോ ദൈവതമ്പുരാൻ്റെ പുരുത്തം കൊണ്ട് ആ വേദന അങ്ങോട്ട് പെയിന് മാറി. ഞാൻ കുറേ മരുന്നൊക്കെ കുടിച്ചു അതിന്, ഏത് നാടൻ മരുന്നൊക്കെ, ആയുർവേദമൊക്കെ ഞാൻ ആക്കി തരണത്തെ വേണ്ട. അപ്പോൾ ഇത് കുറച്ച് ഇതായതാണേ, ഉണങ്ങിയത്, അത് കാരണം പാടാം. എന്നിട്ട് അന്നത്തെ പെരുന്നാൾ മണപ്പോക്കിന് ആ വേദന ഒന്നുകൂടെ അധികമായി. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ അധികമാവും. കയ്യിന് റെസ്റ്റ് പറഞ്ഞതാ. ഈ കയ്യിനൊക്കെ റെസ്റ്റ് ഇട്ടിട്ട് എവിടെ ഇരിക്കാനാ. മടാളില്ല കേട്ടോ, 2 മടാള് നമ്മുടെ കണ്ണൻകുട്ടി കളിക്കാൻ കൊണ്ടുപോയിട്ട് അത് അടച്ചിട്ട് പോകുന്നു. പുതിയ മടാളാണ്. ഇത് വെച്ചിട്ട് വേണം ഒപ്പിക്കാൻ. അതിന് നല്ലതാണോ നോക്കട്ടെ. പിന്നെ മടാള് കളിക്കാൻ കൊണ്ടുപോയതല്ല കേട്ടോ, കളിക്കാൻ കൊണ്ടുപോയതല്ല, കളിക്കാൻ പോകുമ്പോ അവിടെ മുളൊക്കെ വെട്ടാൻ വേണ്ടി. ഒക്കെ മോൾ ടെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ ടെസ്റ്ററാണ് എൻ്റെ ജീവൻ ഇങ്ങനെ പോകും. കുഴപ്പമില്ല തോന്നും. ഇനി നാളികേരം ചേർക്കട്ടെ. ഒരു മുറി മതിട്ടാണ്, കൂടുതലൊന്നും വേണ്ട. അപ്പം നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടില്ലേ, ഒരു 2 ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഒരു പിടി ചെറിയുള്ളി, ഒരു അര ഉണ്ട, ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ഇതൊക്കെ കൂടെ ഒന്ന് ചതയ്ക്കാം. നമ്മളെപ്പോഴും ചെയ്യാറില്ലേ, ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു സവാളയും തക്കാളിയാണ്, അത് നമുക്ക് അരിഞ്ഞിട്ട് വട്ടണ സമയത്തേക്ക് റെഡിയാക്കാം. ഇതൊന്നും ആദ്യം അരയ്ക്കാനും ചതയ്ക്കാനൊക്കെ ഉള്ളത് റെഡിയാക്കി വെക്കാം. ചതഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചതച്ചാൽ മതിയേ. ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് എന്തരച്ചിടാം, നാളികേരം അരയ്ക്കാം. അപ്പോൾ ഒരു പിടിയല്ല, ഒരു മുറി നാളികേരം, നമുക്ക് എത്രയാണോ ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് നാളികേരം. പിന്നെന്താ, കോഴി എന്തിനാ അങ്ങനെ കരയുന്നത്. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം,
ഒരു 8-10 കുരുമുളക് മണി, ഒരു 8-10 എത്ര മതി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മണി എല്ലാം കൂടെ, ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടെ ഇടണം കേട്ടോ, അരയ്ക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തേ, ഇനി അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചെറുള്ളിയും കൂടെ, പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ സവാള മതി കേട്ടോ. ബാക്കി നമുക്ക് അതിനകത്ത് ഇതുണ്ടല്ലോ, ചതച്ച് വെച്ചതുണ്ടല്ലോ. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് വഴറ്റാനുള്ള പരിപാടിക്ക് നോക്കാം കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഒരു കുഞ്ഞ സവാളയാണ് ഇട്ടിട്ടുള്ളത്, ആയിട്ട് കൊടുത്തു. ഒന്ന് മൂക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഈ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഒരു കുറച്ച് വേപ്പിലയും കൂടെ ടൈം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മൂക്കണം, ബ്രൗൺ ആവട്ടെ. അതുവരെ ഇളക്കി 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 ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂരി നമ്മൾ പൂരി അല്ലേ, പൂരിയാണോ എന്താ പൂരി, അത് നമ്മൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉണ്ടാക്കിയിട്ട് കുറേ. പിന്നെ എന്തോ സംഭവം, നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ. ലോക്ക്ഡൗണിന്റെ ടൈമിലൊന്നല്ല, ഇവിടുന്നല്ല, നമ്മള് എന്നും ലോക്ക്ഡൗണിന്റെ ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാത്ത സംഭവം അതാ പൂരി, നൂൽപുട്ടും തേങ്ങാപ്പാലും. ഇവിടുത്തെ കറി ഒന്നും വേണ്ട കേട്ടോ, അതാണ് മെയിൻ. അപ്പം ഇതാവട്ടെ. അതാവുമ്പോഴേക്കും പൂച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കോളൂ. ഞാൻ വേണ്ട, ഇപ്പോൾ ഒന്ന് സിമ്പിളിട്ട് ഉണ്ടാക്കിയാൽ പറ്റില്ല. ഞാൻ പൂരിക്കുള്ള മൈദമാവ് കുഴച്ച് വെക്കട്ടെ കേട്ടോ. മൈദ മാത്രമായിട്ട് പൂരി ഉണ്ടാക്കണം ആദ്യമായിട്ടാണ്. ഒന്നല്ലെങ്കിൽ ഗോതമ്പ് മാവല്ല, ഗോതമ്പ് പൊടി മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കും. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇല്ലാത്ത സ്ഥിതിക്ക് മൈദ വെച്ചിട്ടൊന്ന് ചെയ്യാം. എപ്പോഴൊന്നുമില്ലല്ലോ മൈദ, എപ്പോഴെങ്കിലും മൈദ കുഴപ്പമില്ല. മെയിനായിട്ട് പൊറോട്ട തിന്നുന്ന ആൾക്കാരാട്ടോ ഞങ്ങൾ, ആ സീനല്ല. എന്തായാലും വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പം ഞാനത് കുഴക്കട്ടെ കേട്ടോ. മുന്നേ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് മതി. ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വയ്ക്കാം. പൊടി കൂടുതലുള്ളതുകൊണ്ട് വെള്ളം കയറിയാലും കുഴപ്പമില്ല. പൊടി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാൻ. അയ്യോ ആ പോണു. ഓക്കെ, ഇതിന് വെള്ളം കറക്റ്റാട്ടോ. ഇതൊന്ന് നല്ലോണം കുഴച്ച് ഉരുട്ടി എടുക്കുക. നല്ലോണം ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ലേശം എണ്ണ ഇങ്ങനെ പുരട്ടിയിട്ടൊന്ന് റെഡി. അയ്യോ വെക്കട്ട് മതി. എണ്ണ ഇങ്ങനെ പുരട്ടി വെച്ചേക്കും. ഇനി ഇത് നമുക്ക് ഇത് പൂരി പരത്തുമ്പോൾ എടുക്കാം. അടച്ചു വെച്ചാൽ പിന്നെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരെണ്ണം മതിയേ. ഇതൊന്ന് വേവട്ടെ, തക്കാളി വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ റെഡിയാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ നിറയില്ല മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മീറ്റ് മസാലയാണേ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ആർക്കും ഇത് കൂടെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊരു വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലാ പൊടി ഇട്ടിട്ട് ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടാട്ടോ. നമ്മൾ ഓൾറെഡി ഇട്ടതാ, അതുകൊണ്ട് ഇടണില്ല. ഗരം മസാല ആണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. എനിക്ക് പിന്നെ ഞാൻ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഞാൻ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മീറ്റ് മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തു. ഇതാ നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അരപ്പ് മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി അരപ്പൊന്ന് വേവട്ടെ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടും ഒന്ന് വെന്ത് സെറ്റാവട്ടെ. ആ അരപ്പിൻ്റെ പച്ചമുളക് ഒന്ന് മാറണ വരെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. നമ്മുടെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. നമ്മൾ അന്ന് വാങ്ങിയില്ല, അപ്പോൾ എനിക്ക് ഞാനൊരു കറിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കൂട്ടില്ല. പിറ്റേ ദിവസത്തേക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയൊരു ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് കിട്ടില്ലല്ലോ വെച്ചിട്ട് ഞാനിങ്ങനെ എടുത്തേക്കും. ഇനി ഇതൊന്ന് ആ മസാലയിൽ കടന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഇപ്പം 5 മിനിറ്റിൻ്റെ കൂടുതലായിട്ടാണ് നമ്മൾ ചിക്കത്തിലിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ സംഭവം കഴിഞ്ഞിട്ടില്ല. പിന്നെ അരപ്പിൽ കിടന്ന് വേണം. ഓക്കെ, എനിക്ക് ആവശ്യത്തിന് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ചൂടുവെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഗ്രേവിക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇനി ഇതിൽ ഉപ്പ് നോക്കാം. ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കട്ടെ കേട്ടോ. കറി ഇനി അങ്ങനെ ആവട്ടെ കേട്ടോ. അപ്പം ആ ടൈം കൊണ്ട് നമുക്കിത് മാക്സിമം പരത്തി വയ്ക്കാം. അപ്പം ഇന്ന് ഓരോ ബോളാക്കി വയ്ക്കട്ടെ. കുറച്ച് വലുതായിട്ട് എടുക്കാം അല്ലേ പറഞ്ഞാൽ? കുഞ്ഞ് ചൂടുണ്ടല്ലോ, കുറച്ച് വലിപ്പുണ്ടായിക്കോട്ടെ. അപ്പം അതുമ്പോൾ ഇങ്ങനെ ചുട്ട് നിൽക്കാൻ പൂരി ഉണ്ടാക്കാം. ഓരോ ബോളാക്കിയിട്ടെ. എന്നാൽ പിന്നെ പണി ചെയ്യും. ഇതവിടെ വെച്ചിട്ടാട്ടോ ഇനി ഞാൻ ഇത് പരത്തണത്. തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചപ്പാത്തി കല്ലില്ല, കുഞ്ഞത് അതിൽ പരത്താൻ പറ്റില്ല. നമുക്കിവിടെ പരത്താം. ഓക്കെ, കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ അളവിൽ നമുക്കിങ്ങനെ കറക്റ്റ് ആക്കാം. എനിക്കിതെങ്ങനെ പോയാലും റൗണ്ട് അടി കിട്ടില്ല, ഷേപ്പിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ കറി സെറ്റായി കേട്ടോ. എനിക്ക് 2 വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിൽ വേണമെങ്കിൽ വറുത്തിടാം. അപ്പോൾ ഞാൻ ആർഭാടം കാണിക്കില്ല, ഓൾറെഡി നമ്മളത് വറുത്തിട്ടതാണല്ലോ. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്തു. ഒരു 3-4 ഞാൻ നമ്മുടെ പൂരിക്കുള്ളത് പരത്തുകയും ചെയ്തു. ബാക്കിയും കൂടെ പരത്തിയിട്ട് എനിക്കും പൂജയ്ക്കും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടേ ഞാനത് ചൂടുള്ളൂ കേട്ടോ. പൂരി ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ. പരത്തലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് ചൂടോടെ അത് കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പം ഞാനത് വേഗം പരത്തട്ടെ കേട്ടോ. പൂരിക്കുള്ളതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി പൂജയ്ക്ക് എനിക്കൂടെ കുളിക്കണം. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളൊന്ന് താളിയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ റെഡി ആക്കട്ടെ. ഇത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ചുട്ടിട്ട് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. നാളികേരം ചിലരുണ്ടല്ലോ പൂജയോടെ കണ്ടോ. അപ്പം അത് കഴിയട്ടെ കേട്ടോ. നമുക്ക് താളിയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ചെമ്പരത്തിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇവിടുന്ന് എടുക്കാം. വെയിലായി മറ്റൊക്കെ താളി തേച്ച് കൂടി. പൂജയ്ക്ക് വേണ്ടേ? വേണം. ചെമ്പരത്തി ഇല്ല അതിൽ? പൂവാ? പൂവില്ല. ഇതിപ്പുറത്ത് കാപ്പാടെ വീട്ടിട്ടൊക്കെ നമ്മുടെ എല്ലാം ഇതെല്ലാം നമ്മളിവിടെ പൊട്ടിക്കുന്നുണ്ട്.
ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് അരയ്ക്കുക. മിക്സിയിൽ അരയ്ക്കുക. പണ്ടൊക്കെ ഇല്ലേ ഇതിൽ തിരുമ്പണ കല്ലിൽ ഇങ്ങനെ ഉരതിയിട്ട് കുളത്തിലൊക്കെ ആണെങ്കിൽ കുളത്തിലൊക്കെ പോയി കുളിക്കുകയാണെങ്കിൽ അവിടെ കല്ലുണ്ടാവില്ലേ തിരുമ്പാൻ വേണ്ടിയിട്ട്, ആ കല്ലിൽ ഇങ്ങനെ ഉരച്ചിട്ട് പിഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പം നമുക്ക് അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലരയ്ക്കാം. ഇത് കഴുകാം കേട്ടോ നമുക്ക്. ഇലയിലെ പൊടിയൊക്കെ കളയാം, നല്ല പോക്കോട്ടെ. ഇതിനൊക്കില്ല ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും. പുറത്തുനിന്ന് വാങ്ങുന്നത് നല്ലതുണ്ടാവും കേട്ടോ. നമുക്ക് ബഡ്ജറ്റിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനൊന്നും ചില സമയത്ത് സാധാരണക്കാർക്ക് പറ്റിയെന്ന് വരില്ല. എന്താ വെച്ചാൽ 10, 300, 400, 200 രൂപയുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നും അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് മന്ത് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമല്ലോ. നമ്മളെ കൊണ്ട് ആ സംഭവം അത് പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാട്ടോ ഞാനും പൂജിട്ടും ചെയ്യാറ്. ഇത് മൊത്തം അതിലിട്ട് കൊടുത്തിട്ടുണ്ടേ. ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചു. ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പെട്ടെന്ന് അരയും ഇലയല്ലേ. ഇത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതിലേക്ക് മാറ്റിയിട്ട് വേറൊരു സംഭവം കൂടെ അതിൽ ചേർക്കാനുണ്ട്. ഇനി അതെടുത്തേ വന്ന. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഒരു മുറി നാളികേരം ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു മുറി നാളികേരം ഇട്ട് കൊടുത്തു. എനിക്കൊരു ലേശത്ത് ഇന്ന് പാല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇന്ന് പാലെടുക്കണം. അരക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ നാളികേരപ്പാല് പിഴിഞ്ഞിട്ട് എടുക്കണം. ഈ നമ്മുടെ ഈ താളിയില്ലേ അതിലേക്കാ. ഓക്കെ. എന്നിട്ട് ഇതാ ഒരുപാട് വെള്ളത്തിൽ പാലെടുക്കരുത്. ഒരു തുള്ളി വെള്ളം മതി കേട്ടോ. അല്ലാണ്ട് പിഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നെ കൊണ്ട് കൈ പെയിനായ കാരണം ഒരു തുള്ളി വെള്ളം കൂട്ടാണ്ട് പറ്റില്ല. ഇതൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഈ നട്ടുവച്ചായ കാരണം ഒന്ന് ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കണില്ല. നമ്മൾ ഈ അരച്ചതിൻ്റെ ഒരു ചൂടല്ലേ അത് മാറിക്കോട്ടെ. അതുവരെ ഒന്നിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തേക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ താളിയുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചെമ്പരത്തി നാളികേരപ്പാലും മാത്രമേ ഉള്ളൂ കേട്ടോ. ചെമ്പരത്തിയുടെ ഇല അരച്ചതും ചെമ്പരത്തി താളിയില്ലേ അതും നാളികേരപ്പാല്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ മാറ്റിമറിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ഇതല്ല മാറ്റിമറിച്ചും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇവൾക്ക് ഇപ്പോൾ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ എന്ത് സംഭവമാണെങ്കിലും കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല. ഞാൻ ഹെയർ കെയർ പിന്നെ എനിക്ക് എത്ര നോക്കിയാലും എൻ്റെ ഈ പൂത്തിരിമുടി ഇത്ര തന്നെ വളരുള്ളൂ. പൂത്തിരിമുടി ഇത്രേ വളരുള്ളൂ. അത് ഓരോ പാരമ്പര്യത്തിനായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ട്, പക്ഷെ അത് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ പാരമ്പര്യമായിരിക്കും. എനിക്ക് എൻ്റെ അമ്മായിമാരെ പാരമ്പര്യമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പം മുടി ഇത്ര വളരും എന്നൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ നമ്മളെ കെയർ ചെയ്യുക. നമ്മുടെ മുടി ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നായിക്കോട്ടെ ശരി എന്തായിക്കോട്ടെ നമ്മൾ കെയർ ചെയ്യുക. അത് അതിനനുസരിച്ച് ഇത് തേക്കുമ്പോഴേക്കും ഇത്ര മുടി വരും എന്നൊന്നും അല്ല. പക്ഷെ നമ്മുടെ മുടിക്ക് നല്ല മുടി കൊഴിച്ചിലിനും താരനും തലയ്ക്ക് നല്ല തണുപ്പിനൊക്കെ നല്ലതാണ്. തണുപ്പുണ്ടാവുമോ? ചിലപ്പോൾ പനി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പേടില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇത് പിന്നെ സ്കിൻ കെയർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പൂജയ്ക്ക് ഇന്ന് തേച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തേച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തേച്ചാൽ അപ്പോൾ റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ കുറേ ഒന്നും അവൾ മെനക്കെടില്ല. ഞാൻ എന്തായാലും എത്ര സമയമില്ലെങ്കിൽ ആ കാര്യത്തിനൊക്കെ ഞാൻ ടൈം കിട്ടിയിട്ട് ചെയ്യും കേട്ടോ. ഇനി ഞാൻ പൂജയ്ക്ക് തേച്ചെടുക്കട്ടെ. ഇങ്ങോട്ട് പിടിക്കും പിന്നെ ഇങ്ങോട്ട് മേലേക്ക് പറയുന്നു. ഓരോ ഇങ്ങനെ വരച്ചിലും ഇങ്ങനെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് തലയൊട്ടിക്ക് തട്ടണം. അത് നമ്മുടെ എണ്ണയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, താളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് തേക്കുമ്പോൾ കുറച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോട്ടിന് കുളത്തിലൊക്കെ പോയി കുളിക്കണം. എന്നാലാണ് അത് നമുക്ക് ഇങ്ങനെ കഴുകി നല്ലോണം കളയാൻ പറ്റുള്ളൂ. കളറ് പച്ച കളറായി. അപ്പം അങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നോട് എല്ലാവരും ചോദിക്കും ഉണക്ക് ഇത്ര ടൈമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടാൻ അവിടെ ടൈം നോക്കും. അപ്പോൾ നമുക്ക് ഒരാൾ ടൈം കൊണ്ടുത്തരുന്നില്ല. ഞാൻ രാത്രി ആണെങ്കിലും ചെയ്യും. ഹെയർ കെയർ അല്ല കേട്ടോ, സ്കിൻ കെയർ ഒക്കെ ആണെങ്കിൽ എനിക്ക് എണ്ണ തേച്ച് കുളിക്കുക
അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പൂജട്ടിയോട് പൂജട്ടി ഞാൻ വഴിക്ക് വരില്ല. പൂജട്ടി ആദ്യമൊക്കെ പറയും, സ്കൂളൊക്കെ പൂട്ടെ പറയും ഞാനും ഉണ്ട് കേട്ടോ മോളോ, എനിക്കും ചെയ്ത് തരണം, ഞാനും ഉണ്ട്, പിന്നെയും കൂടണം എന്നൊക്കെ പറയും. എനിക്ക് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ റിലേഷനിലെ പിള്ളേർ ഇവിടെ വരികയാണെങ്കിലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എനിക്ക് അറിയണത് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞാൻ ചെയ്യുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ കേട്ടോ, ചിലവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ഒന്ന് ഫ്രണ്ടിലേക്ക് എനിക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യാം, അല്ലാത്തവർ ചെയ്യണ്ട അല്ലേ? അത്രയും എണ്ണ തേക്കൂല്ല. അതിലും നല്ല കട്ടിയും ഉള്ളുണ്ടായിരുന്നു കേട്ടോ. അന്ന് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊക്കെ വലിയ കുട്ടികളാണ്, ഞാൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്നാലും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒന്നുകൂടെ കെയറും കാര്യങ്ങളും നോക്കുമല്ലോ. ഇപ്പൊ അറിയാമല്ലോ നമുക്ക് ഇന്നത് ചെയ്താൽ നമ്മുടെ മുടിക്ക് ഓക്കെ ആണെന്ന് അറിയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണ്ടേ, അത് ചെയ്യില്ല. തല നനയ്ക്കലെന്തെങ്കിലും എണ്ണ തേച്ചിട്ടുന്ന എപ്പോഴെങ്കിലും നനയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിലൊക്കെ നല്ലോണം എണ്ണ ഇട്ട് അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അതും ചെയ്യില്ല. കൊണ്ടിട്ട് വരെയുള്ളൂ കേട്ടോ. ഞാൻ കെട്ടി കൊടുക്കട്ടെ. ഇല്ല ആവില്ല. ഓക്കെ, അതിന് അൻപൂത്തിനും കൂടെ എനിക്ക് പിന്നെ വേഗം കഴിഞ്ഞോളൂ. ഞാൻ തേക്കണം? വേണ്ട വേണ്ട, തേക്കാം. എനിക്ക് പിന്നെ അത് ഒറ്റയ്ക്ക് ചെയ്തിട്ട് എക്സ്പേർട്ട് ആൾക്കാർ ഒരാൾ തേച്ച് തരുമൊന്നും വേണ്ട. ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്യും. ഒന്നും ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ നിർത്തില്ല. അത് എത്ര നേരം പിന്നെ പനിയൊക്കെ ആവണം എനിക്ക്. അങ്ങനെ ഞാൻ ചെയ്യണം നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയും വയ്യാണ്ടേ ആവണം, അല്ലെങ്കിൽ വല്ല പെയിനോ അങ്ങനെയൊക്കെ ആവണം. ഞാൻ ആ സംഭവം കുറച്ച് ദിവസം നിർത്തി വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിർത്തി വയ്ക്കില്ല. ഞാൻ ചെയ്യും, അതങ്ങനെ ചെയ്യും. എന്നിട്ട് എല്ലാവരും ചോദിക്കും എന്തെങ്കിലും തേക്കുന്നുണ്ടോ, എന്താ തേക്കുന്നതൊക്കെ. ഞാൻ ഒരു കാര്യം അങ്ങനെ നമ്മുടെ ഇതാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ ആകെ വാങ്ങിയത് സിറമാണ്. അത് തേച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ വർക്കിന് പോകാണ്ട് വീട്ടിലിരിക്കുമ്പോൾ നമ്മളത് ചെയ്യണതിൻ്റെ കാര്യം കിട്ടുമല്ലോ. നമ്മൾ വെയിലുള്ള അതിൻ്റെ മെയിൻ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം, അതൊന്നും തേക്കട്ടെ, അല്ലെങ്കിൽ അതും കൂടെ ബാക്കിയുള്ളതാ എൻ്റെ തലയിലാക്കി തരാം. മോളിന്റെ അവിടെ നാട്ടില്ല, ഇവിടെ ഇല്ല. ആ മുടിയുമ്പോ കെട്ടി വെച്ചോട്ടെ. ഇവിടെ ഇങ്ങോട്ട് കെട്ടിയിരിക്കാം, എൻ്റെ കൂടെ ആക്കട്ടെ. അപ്പോൾ ഇതൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ താത്ത സംസാരിക്കാൻ വന്ന് നിന്നോ കുറച്ച് നേരം. അപ്പം അങ്ങനെ പോയി. ഇനി ഇതൊരു 10-15 മിനിറ്റ്. എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ കൂടുതലൊക്കെ ആയാൽ നീർക്കെട്ട് വേഗം വരും കേട്ടോ. എനിക്കിത് പറ്റണമല്ല, വേഗം നീർക്കെട്ട് വരും. അപ്പോൾ അത് തേച്ച് നിന്നിട്ടുണ്ട്. നമ്മുടെ പൂജാബിക അന്തർജനം ഇവിടെ ഉണ്ട് ഗായ്സ്. നീറ്റുന്നൊക്കെ നമ്മളിങ്ങനെ തന്നെ, നമ്മൾക്ക് ഭയങ്കര ജാണ്ട കേട്ടോ. അവൾക്കും വെച്ച് കഴിഞ്ഞാൽ അപ്പം അതാ ഒരു സിറം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമുക്ക് അപ്പോൾ ഒരു ഗ്ലോ ഒക്കെ സ്കിന്നിനൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ട് സാധനം ഞാൻ തേക്കുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് നടക്കണ കാര്യമല്ല. കുഞ്ഞൊരു ബോട്ടിൽ തന്നെ 200 സംതിങ് 300 രൂപയുടെ ഉള്ളിൽ വന്നിരുന്നു. പക്ഷെ റിസൾട്ട് ഉണ്ട് അല്ലേ? എനിക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ ആ സാധനം കൊണ്ട്. പിന്നെ എനിക്ക് അത് വാങ്ങാനുള്ള ഇപ്പം അതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് ഒക്കാത്തതുകൊണ്ടാണ് ഞാനതിപ്പോൾ നിർത്തി വെച്ചത്. പക്ഷേ നിർത്തി വെച്ചാലും ഞാനത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ സ്കിൻ കെയർ പോലെ ഞാൻ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു സംഭവം ഒന്നും നിർത്തിയാൽ അയ്യോ അത് ക്രീമൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണേക്കാം അത് പിന്നെയും നമ്മൾ ഉൾട്ടടിച്ച് നമ്മുടെ പഴയ സ്കിന്നിൽ നിറം കറുപ്പ് വെളുപ്പ് എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ സ്കിൻ ഓക്കെ ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു 30 ഒക്കെ വയസ്സ് കഴിഞ്ഞാൽ ഞാൻ 30+. അപ്പോൾ 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുവിധം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും ഇനിയിപ്പോൾ ആര് കാണാനാ, ഇനിയിപ്പോൾ ആർക്ക് നോക്കാനാ, അപ്പോൾ എനിക്ക് മെനക്കെടാൻ വയ്യാൻ പറയും. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരാൾ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മുടെ സ്കിന്നും കാര്യങ്ങളും. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കണ സംഭവങ്ങളാണ് അതൊക്കെ. നമ്മളെ സ്നേഹിക്കാതെ വേറുള്ളവർ വന്നിട്ട് നമ്മളെ സ്നേഹിക്കണം പറഞ്ഞാൽ നടക്കുമോ? ഞാൻ ഓക്കെ ആക്കണ കാര്യങ്ങൾ ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യും കേട്ടോ. എണ്ണ തേച്ച് കുളിക്കാറൊക്കെ ഇഷ്ടമാണ്, പൂജയ്ക്ക് ഇഷ്ടമാണ്, മടിയാണ് വരില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ സ്കിൻ കെയറും കാര്യങ്ങളും എനിക്ക് പറ്റണ എൻ്റെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ മോള് വെയിലെത്തിക്കുന്ന പിന്നെ ഞാൻ വെയിൽ കൊള്ളില്ല. ഞാൻ ചെമ്മുണ്ടെങ്കിൽ ഞാൻ വെയിൽ കൊള്ളില്ല. കുട എടുത്തിട്ട് പോവും. ഇല്ലെങ്കിൽ ഞാൻ ഷാളോണ്ട് ഇങ്ങനെ പുതച്ച്
ഇങ്ങനെ കെട്ടി തീവ്രവാദികൾ പോവാന്നൊക്കെ തന്നെ പറഞ്ഞ കളിയാക്കും എല്ലാവരും. കളിയാക്കിക്കൂട്ടെ, നമുക്ക് എന്താ. ഇവിടും കളിയാക്കാറുണ്ട് കേട്ടോ. സ്കൂട്ടിയുടെ നമ്മുടെ കയ്യിൽ സ്കൂട്ടിയുടെ സമയത്ത് ഞങ്ങൾ അന്ന് മൂന്നാളൊന്നും പോകണതിന് സീനില്ല. പോകുമ്പോൾ ഞാൻ വെയിലാണെങ്കിൽ ഇങ്ങനെ തലയിൽ കൂടെ കെട്ടി എൻ്റെ കണ്ണ് മാത്രമേ ഞാൻ പുറത്ത് കാണിക്കുള്ളൂ. കഴിയുമ്പോഴൊക്കെ ഞാൻ ചുറ്റി കെട്ടും. പൂച്ചുട്ടി പോരി വെയിലത്ത് വിട്ടിട്ട് ഒരു 10 മണിക്കൂർ നടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നടക്കും. എന്നാൽ ഞാനാ ഷാളിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ വെയിൽ ഒരാൾ കൊള്ളണത് കാണുമ്പോഴും എനിക്ക് പറ്റില്ല. ഞാനും വെയിൽ കൊള്ളാണ്ട് എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്കിൻ കെയർ. ഇനി നാളെ ഞാൻ കാണിച്ചു തരാം. ഫുൾ അങ്ങനെ ഓരോന്ന് നമുക്കറിയാം. ആർക്കെങ്കിലും അറിയണത് തന്നെ ആയിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, കുട്ടികളൊക്കെ ആണെങ്കിൽ എൻ്റെ പൂച്ചുട്ടിയുടെ ഒക്കെ പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സിറം വാങ്ങണം ഒക്കെ എല്ലാത്തിനും ഓക്കെ ആവും. സീറോ കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്കത് ചീത്തതാണെന്നും പറയണില്ല, നല്ലതാണെന്നും പറയണില്ല. പക്ഷെ നമുക്കത് ബഡ്ജറ്റ് നമുക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നല്ലതാട്ടോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും. അത് വിചാരിച്ചിട്ട് അങ്ങോട്ട് തേക്കുമ്പോഴേക്കും മുടി ഇത്ര വളരും, അല്ലെങ്കിൽ അത് തേക്കുമ്പോഴേക്കും നമ്മൾ വെളുത്ത് പാറും. ഒന്നുമല്ല, വെളുത്താലും വെളുത്തിട്ടില്ലെങ്കിലും നമ്മുടെ സ്കിന്ന് നമുക്കൊക്കെ കുരുവൊന്നും ഇല്ലാണ്ട് ടാനൊന്നും അടിക്കാതെ നമുക്കൊരു ജീവൻ കൊടുക്കുക. നമ്മുടെ സ്കിന്നിനൊരു ജീവൻ കൊടുക്കുക. നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളാവും. എനിക്ക് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പൂച്ചുട്ടിനോട് അതിൻ്റെ ഒരാഴ്ച മുന്നേ തുടങ്ങും എനിക്ക് എന്തൊക്കെയോ ഒരു ജാതി. അപ്പോൾ എനിക്ക് എൻ്റെ മുഖം തന്നെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാവില്ല. ആകം കിട് പിഴിഞ്ഞ് ഊറ്റിയ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളത് അങ്ങനെ വിടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാവും സ്കിന്ന്. അത് നമ്മളിങ്ങനെ അതിനെ ഓമനിച്ച് പാമ്പർ ചെയ്ത് എൻ്റെ സ്കിന്നിനെ ഞാൻ തന്നെ സ്നേഹിക്കാം. ഞാനത് ആരും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പ്രായമായില്ല, നീ ഇവിടൊക്കെ ആയി ഇതൊക്കെ തേച്ച് മിരിക്കുന്നൊക്കെ ആരും പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യും. എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചിട്ട് വരാം. അപ്പോൾ ടാറ്റാ ബൈ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പൂജിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പൂരി ഉണ്ടാക്കിയെടുക്കട്ടെ. നമുക്കത് കത്തിച്ചിട്ട് എണ്ണ ചൂടായിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പരത്തിയൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ട് പിന്നെ അതിൻ്റെ പാടില്ലല്ലോ. അതാ വിചാരിച്ചു. പിന്നെ അത് ചുട്ടിട്ട് കുളിക്കുമ്പോഴേക്കും ഇതിൻ്റെ ചൂടാറും, തണുപ്പല്ലേ. അതിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടെ പൂരി കഴിക്കാനാണ്. അയ്യോ ഒട്ടി പിടിച്ചോ കൃഷ്ണ? ഇല്ല, നൈസായിട്ട് ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചിലതൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇത് ചൂടാട്ടോ. നട്ടുച്ചയ്ക്കുള്ള ഹെയർ കെയറും കുളിയും ഒക്കെ കൂടെ എന്താവോ എന്തോ അറിയില്ല. കുളിക്കാൻ രാവിലത്തേത് ഇങ്ങനെ പിന്നെ ഒരു ഉച്ചയ്ക്കായിട്ട് കുളിക്കുമ്പോൾ പെട്ടെന്ന് നീരിറങ്ങാറുണ്ട് എനിക്ക് കേട്ടോ. പൂജയ്ക്ക് ഒന്നാമതേ ജലദോഷമുള്ള കാരണം എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. പനിക്കാനിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം ആണെങ്കിൽ പനി വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ മാറാനും പാടാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കേ. ഇതാട്ടോ ചിക്കൻ കറി. എനിക്കപ്പം കാണിക്കാൻ പറ്റിയില്ല അതുണ്ടാക്കുന്ന സമയത്ത്. ചിക്കൻ കറി ആയി, പൂരിയായി. പൂരി ഞാൻ കണ്ണൻകുട്ടിക്ക് ഒരു പങ്കെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കും ഇതും ഉണ്ടാവും കേട്ടോ. 2 നേരത്തേക്കും ഉണ്ടാവും. എല്ലാവരും വൈകുന്നേരവും രാവിലെയൊക്കെ കഴിക്കുന്ന ഫുഡാണ് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് കഴിക്കുന്നത്. പൂരിക്ക് ചോറിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ സ്കൂളില്ലാത്ത ടൈമല്ല എല്ലാവർക്കും അത് കഴിക്കാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ചോറന്നല്ല ഇപ്പം എന്നും വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ ഒരു നേരം ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പാടാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട പരിപാടി നോക്കട്ടോ. നട്ടുച്ചയുടെ ഒരു കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണം. കിടന്നിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാമല്ലോ പറഞ്ഞാൽ കിടക്കുമായി എഡിറ്റ് ചെയ്യലും നടക്കും. ജലദോഷമായിട്ട് സൗണ്ടൊക്കെ പോയി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാ ജലദോഷമായിട്ടേ സൗണ്ടൊക്കെ പോയിരുന്നു. സൗണ്ട് പോയാ? ഞങ്ങൾ കഴിച്ചോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരിക്ക് അടിപൊളിയായി കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. പത്തിരിക്കും നമ്മുടെ വെള്ളദോശക്കൊക്കെ സൂപ്പറാവും കേട്ടോ. പൂരി നല്ല സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ പൂജട്ടി കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം, എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കുറേശ്ശെയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഇനി ഒതുക്കി പെറുക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ see you.